ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോം ഡെക്കോറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കാർഡ്ബോർഡ് റീയൂസ് ഐഡിയ ചോദിച്ചവരും ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചോദിച്ചവരും ഹോം ഡെക്കോറിൻ്റെ ക്രാഫ്റ്റ് ചോദിച്ചവരും ഒക്കെ ഈ വീഡിയോ കാണാം. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനിതിൻ്റെ അളവ് ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തിന് മാച്ച് ആയിട്ടുള്ള തരത്തിലുള്ള വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഈ കാർഡ്ബോർഡ് പീസിൽ ഞാനൊരു മരച്ചില്ലയുടെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഞാനൊരു കിളിയുടെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കൊരു കുഞ്ഞു കിളിക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അറ്റത്ത് മുഴുവനും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പല വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഗം അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ചുരുട്ടിയെടുത്തെല്ലാം നിവർന്നു പോരും, വീണ്ടും നമുക്ക് ഇരുന്ന് ചുരുട്ടേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് എല്ലാവരുടെയും ഈ ഒരു സൈഡിൽ മുഴുവനും നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചധികം ന്യൂസ് പേപ്പേഴ്സ് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ക്ലിക്കൂഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. കുറച്ച് നേരം വേണമെന്നേ ഉള്ളൂ ഉണങ്ങാനായിട്ട്, പക്ഷെ അതായാലും മതി. ഇനി ഇതിന് കുറച്ച് ചങ്ങലകൾ പോലെ, അതായത് കൊളുത്ത് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിങ്ങനെ കണ്ണികളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കിതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിളിക്കൂടും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കിളിക്കൂടൊക്കെ പെയിന്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു മരച്ചിലില്ലേ, അതിലേക്ക് വെക്കാൻ പാകത്തിനുള്ള ഒരു വലിപ്പം, അത്രയേ ഉള്ളൂ. കിളീനും കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഈ കിളിക്കൂട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനും കൂടി നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും കൂടി ഉണ്ടാക്കണം. അതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒട്ടിക്കേ വേണ്ടൂ. അപ്പോൾ ഇതേപോലെ എല്ലാം കൂടി ചേർത്ത് ഒട്ടിക്കണം. ആദ്യം തന്നെ നമ്മുടെ ഈ ക്ലിക്കൂഡ് നമ്മുടെ മരച്ചിലയുമായിട്ട് നമുക്ക് ഇതേപോലെ ചേർത്ത് ഒട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ന്യൂസ് പേപ്പർ റോൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഈ കിളിക്കൂടിൽ നമ്മുടെ കിളീനെയും നമ്മളുണ്ടാക്കിയ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം അത് നമ്മൾ ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു കിളീനെ നമുക്ക് ചുമരും ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുമരിൽ ഒട്ടിക്കാം. അപ്പോൾ ചുമരിൽ ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒരു ഹോം ഡെക്കറൊക്കെ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസയാവും. വാൾ സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പെയിന്റ് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ ആവശ്യം വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.